ഹായ് എവരിവൺ, നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ ഒരു ടോപ്പിക്കാണ് ലീനിയർ റേസ്. നമ്മൾ ഓൾറെഡി ഒരു ടോപ്പിക്ക് ചെയ്തതാണ്, അതായത് സർക്കുലർ റേസിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ലീനിയർ റേസിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിലെ കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ടേം വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ ടേംസ് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ പഠിക്കണം, എന്നിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ലീനിയർ റേസിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നു. അതായത് ഇപ്പൊ ഞാനിവിടെ കാണിച്ചിട്ടില്ലേ, ഹെഡ് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എന്താ, ഒരാൾക്ക് മറ്റാളെക്കാളും കുറച്ച് മുൻഗണന കൊടുക്കുന്നു, അതാണ് പറയുന്നത് ഹെഡ് സ്റ്റാർട്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഹെഡ് സ്റ്റാർട്ട് ഉണ്ട്, ഡിസ്റ്റൻസ് ഹെഡ് സ്റ്റാർട്ട് ഉണ്ട്, അതുപോലെ ടൈം ഹെഡ് സ്റ്റാർട്ട് ഉണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് ഹെഡ് സ്റ്റാർട്ട് ഉണ്ട്. ഫസ്റ്റത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്റ്റൻസ് ഹെഡ് സ്റ്റാർട്ട്. അപ്പോൾ ഞാനിവിടെ ഫിഗർ കാണിച്ച പോലെ ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്താ, ഇൻ എ റേസ് 1 കിലോമീറ്റർ, 1 കിലോമീറ്ററുള്ള റേസിൽ എ ക്യാൻ ഗീവ് ബി എ സ്റ്റാർട്ട് ഓഫ് 100 മീറ്റർ. അപ്പോൾ എ എന്ന് പറയുന്ന ബിക്ക് ഒരു 100 മീറ്ററിന്റെ ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്, എ ഇതാ ഇവിടെ ആയിരിക്കും, ബി ഇവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുക. അതായത് ഇത് ടോട്ടൽ നമ്മൾ നോക്കിയാൽ 1 കിലോമീറ്റർ, അതായത് 1000 മീറ്റർ ആണ് റേസ് ഉള്ളത്. ആ റേസിൽ എ എന്ന് പറയുന്നത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് ഇവിടെ. അതായത് ബി കുറച്ച് മുന്നേ ഒരു 100 മീറ്റർ മുൻഗണന, അതായത് 100 മീറ്റർ മുന്നിലേക്ക് ബിനെ നിർത്തിയിട്ടുണ്ട്. ബി അത്ര ബാക്കി ദൂരം ഓടിയാൽ മതി. അപ്പൊ ബി ശരിക്കും ഈ റേസിൽ ഓടേണ്ടത് എത്രയാണ്, 900 മീറ്റർ മാത്രമാണ് ബി ഓടേണ്ടത്. എ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് 1000 മീറ്ററും ഓടണം. ഓക്കെ, അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ഹെഡ് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എന്താണ്, എ ബിനേക്കാളും കുറച്ച്, ബി എന്ന് പറയുന്നത് കുറച്ച് മുന്നിലേക്ക് കൊടുത്തിട്ടുണ്ട്. എ ബിക്ക് ഒരു ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു എന്ന് വെച്ചാൽ എന്താണ്, ബി കുറച്ച് മുന്നിലായിരിക്കും ഓടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ എ എന്ന് പറയുന്നത് 1000 മീറ്റർ ഓടണം, ബി എന്ന് പറയുന്നത് 900 മീറ്റർ മാത്രം ഓടിയാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ഹെഡ് സ്റ്റാർട്ട്, ഡിസ്റ്റൻസ് ഹെഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഇനി വിന്നിങ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതായത് ഒരു ടേം ഉണ്ടാവും, വിന്നിങ് ബൈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഇൻ എ റേസ് ഓഫ് 1 കിലോമീറ്റർ എ ബീറ്റ്സ് ബി ബൈ 100 മീറ്റർ. എ ബീറ്റ്സ് ബി ബൈ 100 മീറ്റർ. അപ്പൊ നോക്കി, ഞാൻ ഇവിടെ കൊടുത്ത് എ ആണ് ജയിക്കുന്നത്, ബീനെ 100 മീറ്ററിന് തോൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എ എന്ന് പറയുന്നത് ബീനെ 100 മീറ്ററിന് തോൽപ്പിച്ചു. അതായത് എ എന്ന് പറയുന്ന ആള് ഇവിടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ബി എന്ന് പറയുന്നത് 100 മീറ്റർ ബാക്കിലായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ബി എന്ന് പറയുന്നത് 100 മീറ്റർ ബാക്കിലായിരിക്കും. അപ്പോൾ വിന്നിങ് ബൈ ഡിസ്റ്റൻസും കൂടെ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ്, അതായത് ടേം ആണ് വിന്നിങ് ബൈ ഡിസ്റ്റൻസ്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും സെറ്റാണ്. ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് ടൈം ഹെഡ് സ്റ്റാർട്ട് ആണ്. നമ്മൾ നേരത്തെ ഡിസ്റ്റൻസ് ഹെഡ് സ്റ്റാർട്ട് പറഞ്ഞു, എന്താണ്, എ ബിക്ക് ഒരു ഹെഡ് സ്റ്റാർട്ട് കൊടുത്താൽ എന്താണ്, 100 മീറ്ററിന്റെ ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുന്നു വെച്ചാൽ എന്താ, ബി കുറച്ച് മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്, 100 മീറ്റർ മുന്നിലാണ് ബി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബി ബാക്കിയുള്ള 900 മീറ്റർ മാത്രം ഓടിയാൽ മതി. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ്, ടൈം ഹെഡ് സ്റ്റാർട്ട് ആണ്. ടൈം ഹെഡ് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയ എന്താണ്, ഇവിടെ ഫിഗർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് T മിനിറ്റ്സ്. അപ്പോൾ T മിനിറ്റ്സ്, ഇപ്പൊ ഒരു 10 മിനിറ്റ്സ് എ ബിക്ക് ഒരു 10 മിനിറ്റ്സ് ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ എന്താണ്, ബി എന്ന് പറയുന്നത് ആദ്യം ഒരു 10 മിനിറ്റ് ഓടിക്കഴിഞ്ഞു, അതിനുശേഷം മാത്രമേ എ ഓടാൻ തുടങ്ങൂ. ഓക്കെ, അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതായത് ഇങ്ങനെയുള്ള ഒരു റേസ് ആണെങ്കിൽ ബി ആദ്യത്തെ ഒരു 10 മീറ്റർ 10 സെക്കൻഡ് അല്ലെങ്കിൽ 10 മിനിറ്റ്, ബി ആദ്യത്തെ ഒരു അല്ലെങ്കിൽ 10 സെക്കൻഡ് എന്ന് വിചാരിക്കാം, ബിക്ക് ഒരു 10 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു എന്ന് വെച്ചാൽ ബി അതിന്റെ സ്പീഡിൽ 10 സെക്കൻഡ് ഓടി. ബിന്റെ സ്പീഡ് ഇപ്പൊ എത്രയാണ്, ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ബിന്റെ സ്പീഡ് എന്ന് വിചാരിക്കാം, 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ആദ്യം നോക്കിയേ, ഇത്രയും 50 മീറ്റർ ബി ഓടിക്കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് 10 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു എന്ന് വെച്ചാൽ എന്താണ്, 50 മീറ്റർ ബി ഓടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എ ഓടാൻ സ്റ്റാർട്ട് ചെയ്യൂ. അതാണ് ഞാനിവിടെ കാണിച്ചത്. നോക്കിയേ, എ എന്ന് പറയുന്ന ഓടുന്നത് എപ്പോഴാണ്, ബിക്ക് ഒരു T സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു. അത് ആ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ബിന്റെ സ്പീഡ് ഇൻറ്റു നമ്മൾ ഹെഡ് സ്റ്റാർട്ട് കൊടുത്ത T ആണ്. സോ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് മനസ്സിലാവും. സോ ഇതാണ് ടൈം ഹെഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടെ സെറ്റാണ് ടൈം ഹെഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ എന്താണ്, ഇപ്പൊ ഇവിടെ എ ഉണ്ട്, ബി എന്ന് പറയുന്നത് 5 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു, 5 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു, അല്ലെങ്കിൽ 10 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു എന്ന് പറയുന്നു. 10 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു ബിക്ക്. അപ്പോൾ ബി ഓടിയിട്ട് 10 സെക്കൻഡിന് ശേഷമായിരിക്കും എ ഓടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത് മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. അടുത്തൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട്, വിന്നിങ് ബൈ ടൈം ആണ്.
വിന്നിംഗ് ബൈ ടൈം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ വിന്നിംഗ് ബൈ ഡിസ്റ്റൻസ് പറഞ്ഞു, 100 മീറ്ററിന് തോൽപ്പിച്ചു എന്ന്. ഇപ്പൊ ഇവിടെ നമുക്ക് ടി സെക്കൻഡിന് തോൽപ്പിച്ചു എന്ന് പറയാം. ടി സെക്കൻഡിന് തോൽപ്പിച്ചു. ഇവിടെ എന്താ? എ ബീറ്റ്സ് ബി ബൈ ടി സെക്കൻഡ്. അതായത് എ ഫിനിഷിംഗ് പോയിന്റിലെത്തി. എ എന്ന് പറയുന്നത് നോക്കിയാൽ ഇവിടെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. എ ഫിനിഷിംഗ് പോയിന്റിലെത്തിയിട്ട് ടി സെക്കൻഡ് പിന്നെ ബിക്ക് അവിടെ എത്തണമെങ്കിൽ, ബിക്ക് അതിന്റെ സ്പീഡിൽ ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമെങ്കിൽ ഒരു ടി സെക്കൻഡ് കൂടുതൽ വേണം. മനസ്സിലായോ? അതായത് എ എന്ന് പറയുന്നത്, സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റിൽ ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ എത്തിയെന്ന് വിചാരിക്കാം. എ ബിനെ 2 മിനിറ്റിന് തോൽപ്പിച്ചു എന്ന് വെച്ചാൽ എന്താണ്? ബിക്ക് ഇവിടെ എത്തണമെങ്കിൽ 10ന്റെ കൂടെ ഒരു 2 മിനിറ്റും കൂടെ എക്സ്ട്രാ വേണം. അതാണ് 2 മിനിറ്റിൽ തോൽപ്പിച്ചു എന്ന് വെച്ചാൽ എന്താ? ബിക്ക്, അതായത് ഇങ്ങനെയുള്ളൊരു പ്ലേസ്, എ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ബി എന്ന് പറയുന്നത് ഈ പോയിന്റിലായിരിക്കും. ബി തോറ്റു, ഈ പോയിന്റിലായിരിക്കും. ഇനി ബിക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്തണമെങ്കിൽ ആ എത്ര സെക്കൻഡിന് എത്ര മിനിറ്റിന് തോൽപ്പിച്ചു എന്ന് പറയുന്നില്ലേ? നമ്മളിപ്പോ എ ബിനെ 10 സെക്കൻഡിന് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബിക്ക് അതിന്റെ സ്പീഡിൽ ഇവിടെ എത്താൻ 10 സെക്കൻഡ് ആവശ്യമുണ്ട്. ബിന്റെ സ്പീഡിൽ നിന്ന് സ്പീഡ് വെച്ചിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താൻ 10 സെക്കൻഡ് വേണം. അങ്ങനെയാണ് പറയുന്നത് 10 സെക്കൻഡിന് തോൽപ്പിച്ചു. അതായത് എ എടുക്കുന്ന സമയത്തിനേക്കാളും ടി സെക്കൻഡ് കൂടുതൽ ബി എടുക്കും എന്നാണ് പറയുന്നത്. ഇത്രയും കോൺസെപ്റ്റ് ആണ് നമ്മൾ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ ഒരു ഡെഡ് എൻഡ് എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് എല്ലാവരും സെയിം ടൈമിന് എത്തും, ആരും വിൻ ചെയ്യില്ല. അപ്പൊ ആ ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഹെഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു, 2 തരത്തിലെ ഹെഡ് സ്റ്റാർട്ട് ഉണ്ട്. എന്താണ്? ടൈം ഹെഡ് സ്റ്റാർട്ട് ഉണ്ട്, ഡിസ്റ്റൻസ് ഹെഡ് സ്റ്റാർട്ട് ഉണ്ട്. പിന്നെ വിന്നിംഗ് ബൈ ടൈം ഉണ്ട്, വിന്നിംഗ് ബൈ ഡിസ്റ്റൻസ് ഉണ്ട്. ആ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ റേസിലെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ പറയുന്നത്, ഓക്കെ, ഇത് ഇപ്പൊ കഴിഞ്ഞൊരു ജെയിന്റെ ക്വസ്റ്റ്യൻ ആണ്, ജൂനിയർ എഞ്ചിനീയറിന്റെ ക്വസ്റ്റ്യൻ ആണ്. എ ഈസ് ഫാസ്റ്റർ ദാൻ ബി. എ ഫാസ്റ്റർ ആണ്. പിന്നെന്താ? ഇൻ എ 2500 മീറ്റർ റേസ് എ ഗീവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 200 മീറ്റർ. ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുന്നു. എ ബിക്ക് ഒരു ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുന്നു. ഹെഡ് സ്റ്റാർട്ടിന്റെ കേസ് നോക്കണം. 200 മീറ്റർ ഒരു സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എയും ബിയും ഉണ്ട്. എ എന്ന് പറയുന്നത് 2500 മീറ്ററും ഓടണം. ഇങ്ങനെയുള്ളതാണ്, 2500 മീറ്റർ ഓടണം. പക്ഷെ എ ബിക്കൊരു 200 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുന്നു. അതായത് എ ഇവിടെയാണെങ്കിൽ ബി 200 മീറ്റർ അകലെയായിരിക്കും. സോ ബി ബാക്കിയുള്ള ദൂരം മാത്രം ഓടിയാൽ മതി. ഫിനിഷിംഗ് പോയിന്റ് ഇതാണ്, ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ ബി ബാക്കിയുള്ള 2300 മീറ്റർ മാത്രം ഓടിയാൽ മതി. ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ബി ഓടുന്നത് എത്രയാണ്? 2300 മീറ്റർ മാത്രമാണ് ബി ഓടുന്നത്. ഓക്കെ, ഇനി എ റൺസ് 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹു വിൻസ് ആൻഡ് ബൈ ഹൗ മച്ച് ഇഫ് ബി റൺസ് അറ്റ് 23 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആരാ ജയിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ബിക്ക് ഇവിടുന്ന് ഇവിടെ വരെ എത്തിയാൽ മതി, എക്ക് ഇവിടുന്ന് ഇവിടെ വരെ എത്തണം. എന്റെ സ്പീഡ് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്റെ സ്പീഡ് എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസ് എ ട്രാവൽ ചെയ്യേണ്ടത് എത്രയാ? 2500 മീറ്റർ ആണ് എ ട്രാവൽ ചെയ്യേണ്ടത്. എന്റെ സ്പീഡ് എത്രയാണ്? 25. ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ ടൈം എത്രയാണെന്ന് കിട്ടും. അപ്പൊ എത്ര ടൈമിൽ എ അവിടെ എത്തും? നോക്കിയേ, 100 സെക്കൻഡ് കൊണ്ട് എ ഇവിടെ എത്തും, ഫിനിഷിംഗ് പോയിന്റിൽ എത്തും. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്താൻ എത്രയാണ്? 100 സെക്കൻഡ് ആണ്. ഇനി ബി ആണെങ്കിലോ, ബി 2300 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ മതി ഹെഡ് സ്റ്റാർട്ട് കിട്ടിയത് കൊണ്ട്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 23 ആണ്. സോ അതും 100 സെക്കൻഡ് കൊണ്ട് ആ പോയിന്റിലെത്തും. അപ്പൊ ഡെഡ് എൻഡ് ആണ്. കാരണം എന്താ? ഇതും ഒരേ സമയത്ത് എത്തി. അപ്പൊ എന്താണ്? രണ്ടുപേരും ഒരേ സമയത്ത് എത്തി. സോ ഇവിടെ പറയുന്നത് എന്താ? ദേ ഫിനിഷ് ടുഗദർ. ഒരുമിച്ച് അവര് ഫിനിഷ് ചെയ്യും. കാരണം രണ്ടും നോക്കിയേ, 100 സെക്കൻഡ്, രണ്ടുപേരും 100 സെക്കൻഡിലാണ് എത്തുന്നത്. സോ 100 സെക്കൻഡ് കൊണ്ട് രണ്ടുപേരും എത്തി. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ദേ ഫിനിഷ് ടുഗദർ ആണ്. ഒരുമിച്ച് അവർ ഫിനിഷ് ചെയ്യും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഹെഡ് സ്റ്റാർട്ട് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഡിസ്റ്റൻസ് ഹെഡ് സ്റ്റാർട്ട് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് CHSL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇന്നെ 100 മീറ്റർ റേസ് ആണ്. എ ബീറ്റ്സ് ബി ബൈ 20 മീറ്റർ. അപ്പൊ എന്താണ് പറയുന്നത്? എ ബീറ്റ്സ് ബി ബൈ 20 മീറ്റർ. അതായത് ഇപ്പൊ എയും ബിയും ഉണ്ട്. എ എന്ന് പറയുന്ന ആള് ഈ 100 മീറ്ററുള്ള ദൂരം എത്തിയാൽ
ബി എന്ന് പറയുന്നത് കുറച്ച് ഇപ്പുറം മാത്രമേ എത്തിയിട്ടുള്ളൂ. എ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ബി 20 മീറ്റർ അകലെയാണ്. 20 മീറ്റർ അകലെയാണ്. അതായത് ആ സെയിം ടൈം എടുത്താൽ ഒരുമിച്ച് അവർ സ്റ്റാർട്ട് ചെയ്തു. എ 100 മീറ്റർ കഴിയുമ്പോൾ ബി 80 മീറ്റർ മാത്രമേ എത്തിയിട്ടുള്ളൂ. ബി 80 മീറ്റർ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് അവർ ട്രാവൽ ചെയ്ത ആ സെയിം ടൈമിൽ അവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. എയും ബിയും നോക്കിയാൽ എ എന്ന് പറയുന്നത് 100 മീറ്റർ ട്രാവൽ ചെയ്തു. ബി എന്ന് പറയുന്നത് 80 മീറ്റർ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഇനി ആൻഡ് ബി ബീറ്റ്സ് സി ബൈ 5 മീറ്റർ. ഇനി അതല്ല ബി ആണ്, ബിയും സിന്റെയും കേസാണെങ്കിൽ നോക്കിയേ, ബി 100 മീറ്റർ റേസ് ആണെന്ന് വിചാരിക്കാം. 100 മീറ്റർ റേസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ബി ബീറ്റ്സ് ബി ആണെങ്കിൽ നോക്കിയേ, ബി എന്ന് പറയുന്നത് നോക്കിയേ, ബി ബീറ്റ് സി ആണ്. അപ്പോൾ ബി ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ സി 5 മീറ്റർ പുറകിലായിരിക്കും. സി എന്ന് പറയുന്നത് 5 മീറ്റർ പുറകിലായിരിക്കും. അതല്ലേ പറയുന്നത്, 5 മീറ്റർ പുറകിലായിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ റേഷ്യോന്റെ രൂപത്തിൽ ബി എന്ന് പറയുന്നത് 100 മീറ്റർ ഓടിയാൽ സി എന്ന് പറയുന്ന 95 മീറ്റർ മാത്രമേ ഓടുന്നുള്ളൂ ആ സെയിം ടൈമിൽ. ഇനി നമ്മളോട് ചോദിച്ചു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബൈ വിച്ച് എ ബീറ്റ് സി. ഇനി എയും സിയുമാണ് ഓടുന്നതെങ്കിൽ എന്ത് ചെയ്യും? എയും സിയുമാണ് ഓടുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ബീറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിത് റേഷ്യോ കമ്പൈൻ ചെയ്താൽ പോരെ. ഇവിടെ റേഷ്യോ കമ്പൈൻ ചെയ്താൽ നമുക്ക് ആൻസറായി. നമുക്ക് വേണമെങ്കിൽ എന്താ, ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ റേഷ്യോ ഒന്ന് ഫൈൻഡ് ചെയ്യാം. കമ്പൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. എന്താ, A:B:C എന്ന് പറയുന്നത് നമുക്ക് 100 80, അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എന്ത് കിട്ടും? ഇത് നോക്കിയാൽ നമുക്ക് 5:4 എന്ന് പറയുന്ന റേഷ്യോ ആക്കാം. ഇത് നോക്കിയാൽ എന്താ, 5:, നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 5:4 20:19 എന്ന് കട്ട് ചെയ്യാം. രണ്ടും കമ്പൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 20 കൊണ്ട്, അതായത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മളൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കമ്പൈൻ ആയി. അപ്പോൾ എന്ത് കിട്ടും? റേഷ്യോ എന്ന് പറയുന്നത് 25, ഇത് 20, ഇവിടെ 19, ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മളോട് പറഞ്ഞു എയും ബിയും ആണ് കോമ്പറ്റീഷൻ എങ്കിൽ എ 100 മീറ്റർ എത്തിയാൽ ബി എത്ര മീറ്റർ? ഇത് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഇത് എ 25 മീറ്റർ എത്തിയാൽ ബി 20 മീറ്റർ മാത്രമേ എത്തൂ, സി 19 മീറ്റർ മാത്രമേ എത്തൂ. അപ്പോൾ എ 100 മീറ്റർ ഓടിയാൽ സി എത്ര മീറ്റർ ഓടും? അപ്പോൾ എ എന്ന് പറയുന്നത് 100 മീറ്റർ ഓടിയാൽ ഇൻറ്റു എത്ര, 4 ചെയ്യാം. 100 മീറ്റർ ഓടിയാൽ സി എന്ന് പറയുന്നത് എത്ര മീറ്റർ ആയിരിക്കും? ഇൻറ്റു 4 ചെയ്താൽ എത്ര കിട്ടും? 76. അപ്പോൾ എത്ര മീറ്ററിന് തോൽപ്പിച്ചിട്ടുണ്ടാവും? 24 മീറ്ററിന് തോൽപ്പിച്ചിട്ടുണ്ട്. 100 മീറ്റർ ഓടുമ്പോൾ സി എന്ന് പറയുന്നത് 76 മീറ്റർ മാത്രമേ ഓടൂ. സോ 24 മീറ്ററിന് തോൽപ്പിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ 2 റേഷ്യോയും കൂടി കമ്പൈൻ ചെയ്തു. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അടുത്തത് നോക്കിയാൽ പി ഗീവ്സ് ക്യൂ എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 10 സെക്കൻഡ്. അപ്പോൾ ഇവിടെ ടൈം ഹെഡ് സ്റ്റാർട്ട് ആണ് പറയുന്നത്. 10 സെക്കൻഡിന്റെ ഒരു ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇൻ 60 മീറ്റർ റേസ് ആണ്. ബട്ട് ബോത്ത് ഫിനിഷ് ദ റേസ് അറ്റ് സെയിം ടൈം. രണ്ടുപേരും ഒരേ സമയത്താണ് അവിടെ എത്തിയത്. ഹെഡ് സ്റ്റാർട്ട് ആദ്യം കൊടുത്തിട്ടുണ്ട്, പക്ഷെ രണ്ടും ഒരേ സമയത്ത് എത്തി. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ പി ടു ഫിനിഷ് ദ റേസ് ഇഫ് ദ സ്പീഡ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ ഉള്ളത്? പി ഉണ്ട്, ക്യൂ ഉണ്ട്. പി ഗീവ്സ് ക്യൂ എ ഹെഡ് സ്റ്റാർട്ട് ആണ്. പി ക്യൂവിന്, അതായത് പി ഇവിടെ ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടി. എത്രയോ സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കിട്ടി. ഓക്കെ, ഹെഡ് സ്റ്റാർട്ട് കിട്ടി. അതായത് ഒരു 10 എത്ര സെക്കൻഡാ? 10 സെക്കൻഡ് 10 സെക്കൻഡ് ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് ക്യൂവിന്. ഓക്കെ, എന്നിട്ട് ക്യൂ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ്? ഹെഡ് സ്റ്റാർട്ട് ഇൻ 60 മീറ്റർ റേസ്. ബട്ട് ബോത്ത് ഫിനിഷ് ദ റേസ് അറ്റ് സെയിം ടൈം ആണ്. രണ്ടുപേരും സെയിം ടൈമിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ക്യൂ ഒരു 10 സെക്കൻഡ് മുന്നേ സ്റ്റാർട്ട് ചെയ്തു. അതാണ് പറയുന്നത്. ഹെഡ് സ്റ്റാർട്ട് കിട്ടിയെന്ന് വെച്ചാൽ എന്താ? ക്യൂവിന് 10 സെക്കൻഡ് മുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ക്യൂ സ്റ്റാർട്ട് ചെയ്ത് 10 സെക്കൻഡ് കഴിയുമ്പോഴാണ് പി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്യൂ എന്ന് പറയുന്നത് 600 മീറ്റർ ട്രാവൽ ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്യാം. കാരണം ക്യൂവിൻ്റെ സ്പീഡ് 4 ആണ് തന്നിട്ടുണ്ട്. ക്യൂ 600 മീറ്റർ ട്രാവൽ ചെയ്യണം. 600/4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 150 സെക്കൻഡ് കൊണ്ട് ക്യൂ 600 മീറ്ററും ട്രാവൽ ചെയ്യും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യൂ ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ 600 മീറ്റർ, ഇത് ടോട്ടൽ എന്താ? നമ്മുടെ പാത്ത് എന്ന് പറയുന്നത് 600 മീറ്റർ ആണ്. 600 മീറ്റർ പാത്താണ്.
അപ്പോൾ ക്യൂ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഈ പോയിന്റിൽ എത്താൻ എത്ര സെക്കൻഡ് എടുക്കും? 150 സെക്കൻഡ് എടുക്കും. 150 സെക്കൻഡാണ് ക്യൂ എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ക്യൂ എന്ന് പറയുന്നത് 10 സെക്കൻഡ് മുന്നേ സ്റ്റാർട്ട് ചെയ്തു. 10 സെക്കൻഡ് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് 150 സെക്കൻഡ് കൊണ്ട് ഈ ഫൈനൽ പോയിന്റിൽ എത്തുന്നത്. രണ്ടുപേരും ഒരേ പോയിന്റിൽ ഒരേ ടൈമിൽ ഇവിടെ എത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? പി എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഒരു 10 സെക്കൻഡ് കുറവാണ്. കാരണം എന്താ? പി എന്ന് പറയുന്നത് ക്യൂവിനൊരു ഹെഡ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് 10 സെക്കൻഡ്. അപ്പോൾ ക്യൂ 10 സെക്കൻഡ് മുന്നേ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ടാണ് 150 സെക്കൻഡ് എടുത്തത്. 10 സെക്കൻഡ് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് 150 സെക്കൻഡ്. അപ്പോൾ പി എന്ന് പറയുന്നത് അതിനേക്കാളും 10 സെക്കൻഡ് കുറവായിരിക്കും. 140 സെക്കൻഡ് മാത്രമേ പി എടുക്കൂ. ഓക്കെ, 140 സെക്കൻഡ് മാത്രമാണ് പി എടുക്കുന്നത്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ പി ടു ഫിനിഷ് ദ റേസ്. എത്രയാണ്? 140 സെക്കൻഡ്. 140 സെക്കൻഡ്സ് ആണ് കേട്ടോ. 140 സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ആ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഹെഡ് സ്റ്റാർട്ട്, ടൈം ഹെഡ് സ്റ്റാർട്ട്, ഡിസ്റ്റൻസ് ഹെഡ് സ്റ്റാർട്ട്, വിന്നിംഗ് ബൈ ഡിസ്റ്റൻസ്, വിന്നിംഗ് ബൈ ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ ഇത് CGL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CGL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്നെ 1170 മീറ്റർ റേസ് റമൺ റീച്ച് ദ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് 65 സെക്കൻഡ് ആൻഡ് മോഹൻ റീച്ച് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് 90 സെക്കൻഡിലും എത്തി. ബൈ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡസ് റമൺ ബീറ്റ് മോഹൻ? അപ്പോൾ എത്ര ഡിസ്റ്റൻസിനാണ് രമൺ മോഹനെ ബീറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ എന്താണ്? ബീറ്റിംഗ് ബൈ എത്ര? ഇവിടെ നമുക്ക് സെക്കൻഡാണ് തന്നിട്ടുള്ളത്. അതായത് എന്തായാലും രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വിൻ ചെയ്യുന്ന ആരായിരിക്കും? മോഹൻ റീച്ച് ഫൈനൽ പോയിന്റ് ഇൻ 90 സെക്കൻഡ്. രമൺ എന്ന് പറയുന്നത് 60 സെക്കൻഡ്. അപ്പോൾ രമൺ ആയിരിക്കും 65 സെക്കൻഡിലാണ് ആ പോയിന്റിലെത്തുക. ഈ ഒരു ലാസ്റ്റ് പോയിന്റിലെത്താൻ രമണിന് 65 സെക്കൻഡ് മതി. പക്ഷെ മറ്റാക്ക് 90 സെക്കൻഡ് വേണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എക്സ്ട്രാ കുറച്ച് സെക്കൻഡ് അധികം എടുത്തിട്ടുണ്ട്. ആരാണ്? 90 സെക്കൻഡ് അധികം എടുത്തിട്ടുണ്ട്. ആരാണ്? മോഹൻ എന്ന് പറയുന്നത്. സോറി, ഹൗ മച്ച് ഡിസ്റ്റൻസ്? രമണല്ല കൂടുതൽ സെക്കൻഡ് എടുത്ത മോഹൻ റീച്ച് ഫൈനൽ പോയിന്റ്. ഓക്കെ, ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡസ് രമൺ? ഓക്കെ, മോഹനാണ് കൂടുതൽ. ഞാൻ എഴുതാം ഇങ്ങനെ. മോഹൻ എന്ന് പറയുന്നത് 90 സെക്കൻഡ് എടുത്തു അവിടെ എത്താം. രമൺ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് എടുത്തു? 65 സെക്കൻഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലായി ആരാണ് സ്പീഡ് കൂടുതൽ? രമണിനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് രമണിന് അവിടെ എത്താൻ 65 സെക്കൻഡ്, മോഹന് 90 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ആ ടൈമിൻ്റെ ബേസിൽ നോക്കിയാൽ മോഹൻ അവിടെ എത്തുമ്പോൾ രമൺ കുറച്ച് രമൺ അവിടെ എത്തുമ്പോൾ മോഹൻ കുറേ ബാക്കിലാണ്. ഇനി ആ ബാക്കിലുള്ള പ്ലേസിൽ നിന്ന് മോഹന് രമൺ ഉള്ള ഫൈനൽ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ എത്ര സെക്കൻഡ് കൂടുതൽ വേണം? എത്ര സെക്കൻഡ് നോക്കി? ഇത് തമ്മിലുള്ള ഡിഫറൻസ് 25 സെക്കൻഡും കൂടെ. അതായത് ഇവിടുന്ന് മോഹന് 25 സെക്കൻഡും കൂടെ അധികം വേണം ആ ഫൈനൽ പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട്. രമൺ അവിടെ എത്തുമ്പോൾ മോഹൻ ബാക്കിലാണ്. സോ രമണിന് അവിടെ എത്തണമെങ്കിൽ ഒരു 25 സെക്കൻഡ് കൂടെ വേണം. കാരണം 65 സെക്കൻഡ് കൊണ്ട് മോഹൻ അവിടെ ഫിനിഷായി. രമൺ 65 സെക്കൻഡ് കൊണ്ട് 65 സെക്കൻഡ് കൊണ്ട് രമൺ ഫിനിഷായി. മോഹൻ ബാക്കിലാണ് 65 സെക്കൻഡ് ആകുമ്പോൾ. പിന്നെ ഒരു 25 സെക്കൻഡും കൂടെ വേണം. ആർക്കാണ്? മോഹന്. സോ മോഹൻ ഇനി 25 സെക്കൻഡ് പോകണം. അപ്പോൾ നമുക്ക് മോഹൻ്റെ സ്പീഡ് ഒന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ടോട്ടൽ നമുക്ക് മോഹൻ്റെ സ്പീഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്, 1170. അത് മോഹൻ എന്ന് പറയുന്നത് 90 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്യും. സോ 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഒരു കാര്യം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്? മോഹന് 25 സെക്കൻഡ് വേണം ആ പോയിന്റിലേക്ക് എത്താൻ. അപ്പോൾ 25 സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 25 സെക്കൻഡ് കൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യും. ആ 25 കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 25 ഇൻറ്റു സ്പീഡ്, ടൈം ഇൻറ്റു സ്പീഡ് ചെയ്താൽ 25 ഇൻറ്റു 13 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 325. അപ്പോൾ 325 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അത്രയും ദൂരമല്ല അവർ തമ്മിലുള്ള വ്യത്യാസമുള്ളത്. സോ മോഹനെ രമൺ തോൽപ്പിച്ചത് 325 മീറ്ററിനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 325 മീറ്ററിനാണ് തോൽപ്പിച്ചത്. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എന്താണ്? 65, ഞാൻ ഒന്നുകൂടെ പറയാം. 65, 60 ടോട്ടൽ. രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു.
65 സെക്കൻഡ് കഴിയുമ്പോൾ രമൺ എന്ന് പറയുന്നത് ഇവിടെ എത്തി, മോഹൻ എന്ന് പറയുന്നത് ഇവിടെ എത്തി. രമൺ ഫിനിഷ് ചെയ്തു. ഇനി മോഹന് ആ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ, ഇവിടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ബാക്കി എത്രയാ 90 സെക്കൻഡാണ് ശരിക്കും എടുക്കുക. അപ്പോൾ ബാക്കി ഒരു 25 സെക്കൻഡും കൂടെ വേണം ആ പോയിന്റിലെത്താൻ. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ, എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാൻ എന്താ, ആ 25 സെക്കൻഡ് കൊണ്ട് മോഹൻ്റെ സ്പീഡ് എന്താണ്, മോഹൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 13. 25 × 13 ചെയ്താൽ നമുക്ക് 325 മീറ്റർ ആണ് ഇതുള്ളതെന്ന് കിട്ടും. 325 മീറ്റർ ആണ് അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ ഡിസ്റ്റൻസ്. സോ രമൺ മോഹനെ 325 മീറ്ററിന് തോൽപ്പിച്ചു. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒരു ക്വസ്റ്റ്യനും കൂടെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. 3 persons A, B, C took part in a 2000 meter race ആണ്. സോ ടു റീച്ച് ദ ഫിനിഷിംഗ് ലൈൻ അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് എത്തുന്നു. എ ഗീവ് ബി എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 500 മീറ്റർ. ഒരേ സമയത്ത് എത്തണമെങ്കിൽ, അതായത് 3 പേരുണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഒരേ സമയത്ത് 2 പേരും ഇവർ 3 ഒരേ സമയത്ത് അവിടെ റീച്ച് ചെയ്യണമെങ്കിൽ എ ബിക്ക് ഒരു 500 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ 2000 മീറ്ററും ട്രാവൽ ചെയ്താൽ ബി എന്ന് പറയുന്ന 500 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് 500 മീറ്റർ മുന്നേ വെച്ചു. അപ്പോൾ ബിക്ക് എത്ര ട്രാവൽ ചെയ്യണം, 1500 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ മതി. ഇനി എ ഗീവ്സ് ബി എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 500 മീറ്റർ ആണ്, ആൻഡ് ടു സി എ സ്റ്റാർട്ട് ഓഫ് 300 മീറ്റർ. സി എന്ന് പറയുന്നതിന് ഒരു 300 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ സി എന്ന് പറയുന്നത് എനേക്കാൾ ഒരു 300 മീറ്റർ അപ്പുറം വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 1700 മീറ്റർ മാത്രം സിക്ക് ട്രാവൽ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരേ ടൈമിൽ ഫൈനൽ പോയിന്റിൽ, ഫിനിഷിംഗ് പോയിന്റിൽ എത്തും. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് സ്റ്റാർട്ട് ക്യാൻ സി ഗീവ്സ് ടു ബി ഇൻ 3400 മീറ്റർ റേസ്. അപ്പോൾ സി ഇപ്പം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, ബിനേക്കാളും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് സി ആണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് 3400 മീറ്റർ റേസ് ആണെങ്കിൽ സി ബിക്ക് എത്ര ഹെഡ് സ്റ്റാർട്ട് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ റേസിൽ നോക്കിയേ, ഇത് 1700 മീറ്റർ ട്രാവൽ ചെയ്യുന്ന സമയവും ഇത് 1500 മീറ്റർ ട്രാവൽ ചെയ്യുന്ന സമയവും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ, 3400 മീറ്റർ റേസ്. സോ ഇതിനെ നമുക്ക് × 2 ചെയ്താൽ എന്ത് കിട്ടും, 3400 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ × 2 ചെയ്താൽ നമുക്ക് 3000 ആണെന്ന് കിട്ടും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി 1700 മീറ്റർ ട്രാവൽ ചെയ്യുന്നതും ബി 1500 മീറ്റർ ട്രാവൽ ചെയ്യുന്നതും ഒരേ സമയത്താണ്. അതുപോലെ സി 3400 മീറ്റർ ട്രാവൽ ചെയ്യുന്നതും ബി 3000 മീറ്റർ ട്രാവൽ ചെയ്യുന്നതും ഒരേ സമയത്താണ്. അപ്പോൾ എത്ര ഹെഡ് സ്റ്റാർട്ട് കൊടുക്കണം, 3400 മീറ്റർ റേസ് ആണെങ്കിൽ ബി സി 3400 ഓടും, ബി എന്ന് പറയുന്നത് 3000 ഓടിയാൽ മതി. ഒരേ സമയത്താണ് അവർ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഒരു 400 മീറ്ററിൻ്റെ ഹെഡ് സ്റ്റാർട്ട് കൊടുക്കണം. 3400 മീറ്റർ റേസ് ആണെങ്കിൽ സി ഇവിടെ ഓടും, ഒരു 400 മീറ്റർ ഹെഡ് സ്റ്റാർട്ട് കൊടുത്തിട്ട് ഇവിടെ ആയിരിക്കും ബി ബാക്കിയുള്ള 3000 മാത്രം ഓടിയാൽ മതി. ഓക്കെ, ബാക്കിയുള്ള 3000 മാത്രം ഓടിയാൽ മതി. ഇത് ജെയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ എത്രയാണ് ഹെഡ് സ്റ്റാർട്ട് കൊടുക്കേണ്ടത്, 400 മീറ്റർ ഹെഡ് സ്റ്റാർട്ടാണ് കൊടുക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ ലാസ്റ്റ് 2026 ഫെബ്രുവരിയിൽ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇൻ എ 100 മീറ്റർ റേസ് ആണ്. എ കവേഴ്സ് സെർട്ടൺ ഡിസ്റ്റൻസ് 36 സെക്കൻഡ് ആണ്. ബി ആണെങ്കിൽ ആ സെയിം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യും. ഓക്കെ, എ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എയും ബിയും ഉണ്ട്. എ എന്ന് പറയുന്നത് 36 സെക്കൻഡ് കൊണ്ട് ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യും. ബി ആണെങ്കിൽ 45 സെക്കൻഡ് കൊണ്ട് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടൈമിൻ്റെ റേഷ്യോ നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാം. എങ്ങനെയാണ്, 9 കൊണ്ട് നോക്കിയാൽ 4:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. സോ സ്പീഡ് എന്ന് പറയുന്നത് ആ സെയിം ഡിസ്റ്റൻസിൻ്റെ കാര്യമല്ല പറയുന്നത്. സോ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എടുക്കാം, 5:4 ആണെന്ന് എടുക്കാം. ഓക്കെ, 5:4 ആണ് സ്പീഡ്. അത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ. ഇനി നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇൻ ദിസ് റേസ് എ ബീറ്റ്സ് ബി ബൈ എത്ര മീറ്ററിന് എ ബിനെ തോൽപ്പിക്കുന്നതാണ് പറയുന്നത്. നമുക്കറിയാം സ്പീഡിനനുസരിച്ചാണ് നമ്മൾ ഡിസ്റ്റൻസ് പോകുന്നത്. അതായത് 100 മീറ്റർ റേസ് ആണ്. എന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, എന്റെ 100 മീറ്റർ റേസ് ആണുള്ളത്. എന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 5 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ എത്ര സമയം എടുക്കും, എ എന്ന് പറയുന്നത് എത്ര സമയം എടുക്കും, എ എന്ന് പറയുന്നത് 20 യൂണിറ്റ് ടൈം എടുക്കും. ഇതിൻ്റെ കൂടെ × 20 ചെയ്താൽ 100 മീറ്റർ ആയി. അതായത് 20 മീറ്റർ ടൈം 20 സെക്കൻഡ് കൊണ്ട് എ ഈ പോയിന്റിലെത്തും.
20 സെക്കൻഡ് കൊണ്ട്. എന്റെ സ്പീഡ് 5 ആണ് 20 സെക്കൻഡ് കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലെത്തും. അങ്ങനെയാണെങ്കിൽ ബിന്റെ സ്പീഡ് 4 20 സെക്കൻഡ് കൊണ്ട് എത്രയാ 80 മീറ്റർ ദൂരെയാണ് എത്തുന്നത്. 20 സെക്കൻഡ് കൊണ്ട് 80 മീറ്റർ ദൂരെയാണ് എത്തുന്നത്. 80 മീറ്റർ ദൂരെ മാത്രമാണ് ആരാ ബി എത്തുന്നത്. സോ ബിനെ എത്രയും തോൽപ്പിച്ചു, ബാക്കിയുള്ള 20 മീറ്ററിന് തോൽപ്പിച്ചു. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, 20 മീറ്ററിന് തോൽപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ എന്താ ബീറ്റ്സ് ബൈ ഡിസ്റ്റൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ റേസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായി നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചാൽ ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചാണ്. ഇനി എന്താ CGL ചോദിച്ചത് നമ്മൾ ചെയ്തു, JEക്ക് ചോദിച്ചത് ചെയ്തു, CHSL ചോദിച്ചത് ചെയ്തു. അപ്പൊ ഇതൊക്കെ നോക്കുക, നിങ്ങൾ കൃത്യമായി നോക്കുക. ഈ കോൺസെപ്റ്റ് ആണുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു സർക്കുലർ പാത്തിന്റെ കാര്യങ്ങൾ ചെയ്തതാണ്, വീഡിയോസ് ചെയ്തതാണ്. അപ്പൊ ഇതുപോലെ ഏതൊക്കെ ടോപ്പിക്കിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇനി ക്ലിയർ ആവാത്ത കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ആ ടോപ്പിക്കൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താ അങ്ങനെ കൃത്യമായി നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ബേസ് വെറുതെ ബൈഹാർട്ട് ചെയ്യേണ്ടതല്ല, നമ്മളെ ബേസ് സ്ട്രോങ് ആക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, ബേസിക് കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസ് സെറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം ബാക്കി ഷോർട്ട് കട്ടിലേക്കൊക്കെ പോവുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ക്ലാസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനി ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ചോദിക്കുക കേട്ടോ. മാത്സ് ബൈ ഹരി എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.